ബേപ്പൂരിലെ NDAയുടെ സ്ഥാനാർത്ഥി BJP കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത്. 2016 ശേഷം 2021 ബേപ്പൂരിൽ മത്സരിച്ചു. ഇപ്പോൾ 2026 എത്തിയിരിക്കുകയാണ്. അപ്പം എന്തൊരു മാറ്റമാണ് ഇവിടെ BJPക്ക് ഉണ്ടായിട്ടുള്ളത്? 2016 നിന്ന് ഈ 26 വരുമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 15 കൊല്ലം ഇവിടെ വോട്ട് 3 ഇരട്ടിയായിട്ടുണ്ട്. അതിനാണ് ഏറ്റവും വലിയ മാറ്റം. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ മാറി ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 2011 9,000 വോട്ടിൽ നിന്ന് 2026 ഒരു ഇലക്ഷനെ നമ്മൾ നേരിടുമ്പോൾ 27,000 വോട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും വികസനം ആഗ്രഹിക്കുന്നുണ്ട്. ആ വികസനത്തിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ കപട വാഗ്ദാനങ്ങളല്ല, അത് ഒരു മാറ്റം തന്നെയാണ്. UDFൻ്റെ സ്ഥാനാർത്ഥി വന്ന് പറയുന്നു, ഞങ്ങളിവിടെ വികസനം കൊണ്ടുവരും, കോളേജില്ല. ഞങ്ങളിത് കുറേ കാലമായിട്ട് പറയുന്നു, ഒരു ഗവൺമെൻറ് കോളേജ് ഇവിടെ ഇല്ല. ഇവിടെ മുൻ വ്യവസായ മന്ത്രിയെ സമ്മാനിച്ച മണ്ഡലമാണ്, പൊതുമരാമത്ത് മന്ത്രിയുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജ് ഇല്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ അൻവർ 9 കൊല്ലം MLA ആയിട്ടുള്ള നിലമ്പൂരിൽ ഗവൺമെൻറ് കോളേജിന് ഒരു സ്വന്തമായിട്ടൊരു കെട്ടിടമുണ്ടോ? അപ്പോൾ ഇതൊക്കെയല്ലേ ജനങ്ങൾ ഇങ്ങനെ. നിലമ്പൂരിൽ അദ്ദേഹത്തെ ഇനി നിലം തൊടിയിക്കില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് ചുറ്റിക്കറങ്ങുന്നത്. വികസനം എന്നുള്ളത് ബേപ്പൂരിൻ്റെ അവകാശമാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ വികസനം എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇനി വികസനം എന്താണെന്ന് നരേന്ദ്രമോദി കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയിട്ട് ഈ ബേപ്പൂരിൽ നിന്ന് എന്തെങ്കിലും ഒരു വികസനം നിങ്ങൾക്ക് നിറഞ്ഞ കണ്ണോടുകൂടി കാണാൻ സാധിക്കുമെങ്കിൽ അത് ഫറൂഖിൽ പോയാൽ ആ റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് മാറിയിരിക്കുന്നു. ഇതല്ലേ വികസനം? ഇങ്ങനെ ജനപ്രതിനിധികൾ ഉണ്ടായിട്ട് സാധിക്കാത്തത്. ഞങ്ങൾക്ക് ജനപ്രതിനിധികളില്ല, എന്നിട്ട് നരേന്ദ്രമോദി അമൃത് ഭാരത് പദ്ധതിയിലൂടെ 35 റെയിൽവേ സ്റ്റേഷൻ വികസിച്ചതിൽ ഒന്നവിടെയാണ്. ബാക്കിയെല്ലാം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്. ഇപ്പം കടലുണ്ടിയിൽ മേൽപ്പാലത്തിന് കേന്ദ്ര ഗവൺമെൻറ് അനുമതി നൽകി. എന്തേ അതോടൊപ്പം അനുമതി കൊടുത്ത എല്ലാ സ്ഥലത്തും മേൽപ്പാലം വന്നല്ലോ, എന്തേ കടലുണ്ടി വരാത്തത്? അപ്പോൾ ഇതിങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ഇനി ഇത് വിജയിക്കില്ല. ജനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കാര്യങ്ങൾ. അതുകൊണ്ട് ഇനി പണമിറക്കിയിട്ട് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള പരിശ്രമമാണ് രണ്ട് മുന്നണി നടക്കുന്നത്. അതും ബേപ്പൂരിലെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർക്കിടയിൽ വിജയിക്കില്ല എന്നുള്ളത് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്യാമറാമാൻ മുനീഫിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.